Hi friends, welcome to my channel MB4 Multibagger. Disclaimer, I am not a separate registered analyst. This video is intended to purely education purpose and takes it. Please do with your own due diligence or consult with your financial advisors. നമ്മൾ ലാസ്റ്റ് ഒരു സീരീസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള സെമി കണ്ടക്ടർ സെക്ടർ എന്നാണ്. അതിനകത്ത് 4 സെഗ്മെൻ്റാണ് വരുന്നത്. ആദ്യത്തെ ഡിസൈൻ, അതിനകത്ത് ആ ഒരു സെഗ്മെൻറ്റിനകത്ത് നമ്മൾ മോസ്റ്റ് ചിപ്പ് ഡിസ്കസ് ചെയ്തു. അതിന് സെക്കൻഡ് സെഗ്മെൻ്റായിട്ട് വരുന്നത് ഫൗണ്ടറീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ ലിസ്റ്റഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ള അദാനി എൻ്റർപ്രൈസസിനും കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ടാറ്റ ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ 4 അദാനി കൂടാതെ 3 കമ്പനികളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒസാറ്റ് മേഖലയിൽ ഒരു തേർഡ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ഒസാറ്റ് മേഖലയിൽ ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിനകത്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഹയസ്റ്റ് ലിസ്റ്റഡ് പ്ലേയേഴ്സ് ഉള്ളത്. അതിനകത്ത് കെയ്ൻസ് ടെക്നോളജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ആണ്. ഫ്രം ഡിസ്ട്രസ് ടു മൾട്ടിബാഗർ ദി ടേൺ അറൗണ്ട് സ്റ്റോറി എന്നാണ് ഇതിൻ്റെ പേര്. ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് CG പവർ നമുക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു സ്റ്റോറി നമുക്ക് അടുത്ത സ്ലൈഡ്സുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് CG പവർ കാഴ്ചവെച്ചിട്ടുള്ളത്. 2020കളിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടായിരുന്ന ഒരു കമ്പനി ഇന്ന് മൾട്ടിബാഗർ റിട്ടേൺസ് കൊടുത്ത് വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Executive summary: turnover success transformed from a distressed entity to a capital leader under Murugappa Group. ഗ്രൂപ്പ് ഇത് 2020 ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് നിയർ സീറോ ഡെപ്റ്റാണ്. 41 കോടി മാത്രമാണ് കമ്പനിയുടെ ഡെപ്റ്റ്. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റിസർവ്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള സീറോ എന്ന് തന്നെ പറയാവുന്ന ഡെപ്റ്റ് മാത്രമാണ് കമ്പനിക്കുള്ളത്. മാർജിൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 13% മുകളിൽ പ്രോഫിറ്റ് മാർജിൻ കമ്പനിക്കുണ്ട്. ആൻഡ് എക്സെപ്ഷണൽ ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 37.5%, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ലാർജ് ക്യാപ് കമ്പനികളിൽ 37.5% ROCE കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഗ്രോത്ത് എൻജിൻസ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട 4 സെഗ്മെന്റുകളിലാണ്. അതിൽ പവർ സിസ്റ്റംസ്, റെയിൽവേസ് ആൻഡ് പുതിയ സെഗ്മെന്റായിട്ട് സെമി കണ്ടക്ടറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. അത് ന്യൂ വെഞ്ചറായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബൈ കൺസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 68% അനലിസ്റ്റ് ബൈ റെക്കമെൻഡ് ഡെസ്പൈറ്റ് ഹൈ വാല്യുവേഷൻ. സെമി കണ്ടക്ടറിൽ ഉള്ള കമ്പനികളെല്ലാം തന്നെ ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് CG പവർ. 105-110 സ്പീഡിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. കറണ്ട് CMP അതായത് CMP 710 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,11,000 കോടിയാണ്. 1,01.11 lakh crore ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബിസിനസ് ഓവർവ്യൂ. ഇപ്പോൾ കറൻ്റ്ലി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ പവർ സിസ്റ്റംസ് ആണ്, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് ആൻഡ് ടേൺ കീ സൊല്യൂഷൻസ്. ദി ലാർജസ്റ്റ് റവന്യൂ കോൺട്രിബ്യൂട്ടർ ഈ ഒരു കമ്പനിയുടെ 60% ബിസിനസ്സും ഈ പവർ സിസ്റ്റംസ്, ഈ 3 ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയർ, ടേൺ കീ, ഈ 3 സെഗ്മെന്റിനാണ് വരുന്നത്. ഒരു അണ്ടർ പവർ സിസ്റ്റംസ് എന്നാണ്. ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ഹൈ ആൻഡ് ലോ വോൾട്ടേജ് മോട്ടോഴ്സ്, ഡ്രൈവ്സ് ആൻഡ് ഓട്ടോമേഷൻ പ്രൊഡക്ട്സ് ഫോർ മാനുഫാക്ചറിംഗ് സെക്ടർ വേണ്ട വോൾട്ടേജ് മോട്ടോഴ്സും ഡ്രൈവ്സും ഓട്ടോമേഷൻ പ്രൊഡക്ട്സ് ആണ് വേറൊരു രണ്ടാമത്തെ സെഗ്മെന്റ് ഈ കമ്പനിയിലുള്ളത്. മൂന്നാമതായിട്ട് പ്രൊപ്പൽഷൻ സിസ്റ്റം, ട്രാക്ഷൻ മോട്ടോഴ്സ് ആൻഡ് സിഗ്നലിംഗ് എക്യുപ്മെന്റ്സ് ഫോർ ഇന്ത്യൻ റെയിൽവേസിന് വേണ്ട സിസ്റ്റംസ്, പ്രൊപ്പൽഷൻ സിസ്റ്റം, ട്രാക്ഷൻസും സിഗ്നലിംഗ് ആണ് മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് CG പവറിന് വരുന്നത്. മുരുകപ്പ ഗ്രൂപ്പിന്റെ എഫക്ട്: വി ഹാവ് മൂവ്ഡ് ഫ്രം ഫിക്സിംഗ് ദി പാസ്റ്റ് ടു ബിൽഡ് ഫ്യൂച്ചർ. ഓപ്പറേഷണൽ എക്സലൻസ് ഈസ് നൗ അവർ DNA. അത് നമുക്ക് ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റും. വെറും വാക്കുകൾ മാത്രമല്ല, അത് ഡെപ്റ്റ് എന്നുള്ള ഒരു കമ്പനീനെ അവർ മൾട്ടിബാഗർ റിട്ടേൺ എങ്ങനെ തന്നുള്ളത് നമുക്ക് അവരുടെ പെർഫോമൻസ് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അക്കോട് 2020 മുരുകപ്പ ഗ്രൂപ്പ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അവരുടെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഇതും ലിസ്റ്റഡ് കമ്പനിയാണ്. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റഡ് കമ്പനിയാണ്. മുരുകപ്പ ഗ്രൂപ്പിന്റെ റിസ്റ്റോർഡ് ഗവർണൻസ്, സെറ്റിൽഡ് ലെഗസി ഡെപ്സ്, ഇവർക്കുണ്ടായിരുന്ന ഏറ്റെടുത്തപ്പോഴുള്ള ഡെപ്സ് എല്ലാം ക്ലിയർ ചെയ്തു. സ്ട്രീം ലൈൻഡ്
ഓപ്പറേഷൻസ് ആൻഡ് ഡ്രൈവിംഗ് മാസീവ് റീറേറ്റിംഗ്. അപ്പോൾ ഏറ്റെടുത്തതിന് ശേഷം അവർ ഡെപ്സ് ക്ലിയർ ചെയ്തു, ഗവർണൻസ് ക്ലിയർ ചെയ്തു, ഓപ്പറേഷൻസ് സ്ട്രീം ലൈൻ ചെയ്തു, പിന്നെ മാസീവായിട്ടുള്ള മൊമെൻറ്റം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. വെൽത്ത് ക്രിയേഷൻ ജേണി 140x, അതായത് റിട്ടേൺ സിൻസ് വെറും 5 വർഷം കൊണ്ട് 2020 തൊട്ട് ഇന്ന് വരെയുള്ള ഡേറ്റ് കൊണ്ട് CMP 5 രൂപ ഉണ്ടായിരുന്ന മാർക്കറ്റിൽ 5 രൂപ ഉണ്ടായിരുന്ന CMP ഉണ്ടായിരുന്ന സ്റ്റോക്ക് 710 വരെ എത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ലാസ്റ്റ് CMP 710 ആണ്. ഓൾമോസ്റ്റ് ദി സ്റ്റോക്ക് ഹാസ് സർജ്ഡ് ഫ്രം ലോ ടു 5 rupees to 700 rupees in 2025. അതായത് ഡിസ്ട്രസ്ഡ് അസറ്റ് ആയിരുന്നു. 2022 പ്രോഫിറ്റബിൾ ടേൺ അറൗണ്ട് സ്റ്റോറി വന്നു. 2025 ഹൈ ഗ്രോത്ത് കോമ്പൗണ്ടറായി. വെറും 10,000 രൂപ 2020 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം രൂപയുടെ റിട്ടേൺ നമുക്കിന്ന് കിട്ടിയാണ്. അത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 1,40,00,000 ആയി റിട്ടേൺ മാറിയാനെ വെറും 5 വർഷം കൊണ്ട്. അതാണ് ഈ ടേൺ ഓവർ സ്റ്റോറി. അപ്പോൾ 140x ആണ് അതിൻ്റെ റിട്ടേൺ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കീ ഫിനാൻഷ്യൽ മെട്രിക്സ് TTM ആണ്. ട്രെയിലിംഗ് 12 monthsലെ കണക്കാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,11,850 കോടിയാണ്. ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഓൾറെഡി പറഞ്ഞു 37.5. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 27.7. അതും വളരെ മികച്ചൊരു പെർസെൻറ്റേജ് ആണ്, 27-28% എന്ന് പറയുന്നത്. സ്റ്റോക്ക് PE ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രീമിയം വാല്യുവേഷനിലാണ് സ്റ്റോക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നത്. 105x ട്രേഡ് ചെയ്യുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.02, അതായത് 0.02 മിനിമൽ 0 എന്ന് തന്നെ പറയാവുന്ന ഡെപ്റ്റേ ഉള്ളൂ. ഡിവിഡൻഡ് ഈൽഡ് 0.18. ഡിവിഡൻഡ് ഈൽഡ് അത്ര മെച്ചമെന്ന് പറയാനില്ല, സ്റ്റിൽ അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടേഴ്സ് 56.4%, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി 43.6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് സിഗ്നിഫിക്കൻ്റ് ഹയർ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഫ്യൂച്ചർ ഗ്രോത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഈ കമ്പനിയിൽ നമുക്ക് വെച്ച് പുലർത്താവുന്നതാണ്. ആനുവൽ സെയിൽസ് ഗ്രോത്ത് 2021 2,964 കോടി ഉണ്ടായിരുന്ന ഇത് ഇവരെ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയർ ആണ്. 2,964 കോടി, 2022 5,484 കോടി, 2023 6,973 കോടി, 8,000. ലാസ്റ്റ് ഇപ്പോൾ 2025 ഏർണിങ്സിൽ 9,909 കോടി. ഓൾമോസ്റ്റ് 3.3 times സെയിൽസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. 3.3x, 3 ഇരട്ടിയല്ല, 3 ഇരട്ടി കൂടുതൽ, 3.3 times ഈ കമ്പനി സെയിൽസ് ഗ്രോ 5 years കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും അത് സിഗ്നിഫിക്കൻ്റ് ആണ്. 913 കോടി 2022 ഉണ്ടായിരുന്ന കമ്പനി പിന്നീട് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞ വർഷം 1,427 കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി. ദിസ് ഇയർ ട്രെയിലിംഗ് ലാസ്റ്റ് ഇയറിൽ മാർച്ചിൽ പ്രോഫിറ്റ് 975 കോടിയാണ്. ഇത് കുറഞ്ഞതല്ല, അത് ഇമ്പാക്റ്റ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടാക്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഈ കമ്പനി പുതിയ സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ സ്വിച്ച് ഗിയർസിലൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ക്യാപെക്സ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ സ്വന്തം പൈസ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇവിടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ TTM പ്രോഫിറ്റ് ഓൾറെഡി 1,063 കോടി ആയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോലും TTM ട്രെയിലിംഗ് 12 month നോക്കുകയാണെങ്കിൽ 1,063 കോടിയുടെ പ്രോഫിറ്റ് സ്റ്റിൽ കമ്പനിക്കുണ്ട്. ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ 13% ഉണ്ട്. പ്രോഫിറ്റ് ടു ബുക്ക് 15% ആണ്. 5 year പ്രോഫിറ്റ് വേരിയേഷൻ 33.6%. 5 year പ്രോഫിറ്റ് വേരിയേഷൻ വളരെ മികച്ച പ്രോഫിറ്റാണ്. കഴിഞ്ഞ CAGR 33-34% എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഡീലിവറേജിങ് സക്സസ് ഫ്രം ഡെപ്റ്റ് റിഡൻ കമ്പനി ഓൾറെഡി നമ്മൾ പറഞ്ഞു. 2019 ബോറോയിങ്സ് 30,000 കോടി ഉണ്ടായിരുന്ന അത് CG പവർ വിർച്വലി ഇപ്പോൾ ഡെറ്റ് ഫ്രീ ആണ്. 41 കോടികൾ, വളരെ മിനിമൽ. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നില്ലാണ്. റിസർവ്സ് ഓൾറെഡി ക്യാഷ് ഈക്വലൻസ് തന്നെ, ക്യാഷും ബാങ്കിലുള്ള ഈക്വലൻസ് തന്നെ 1,259 കോടിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് വളരെ മിനിമലാണ്, 0 എന്ന് പറയാം. റിസർവ്സ്, ടോട്ടൽ റിസർവ്സ് 3,538 കോടിയുണ്ട്. സോ ഫോർട്രസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു വേറൊരു വേർഡാണ്. ദീസ് ഫിനാൻഷ്യൽ
സ്ട്രെങ്ത് അലൗസ് CG Power to fund its massive semiconductor capex. അപ്പോൾ സെമികണ്ടക്ടറിന് വേണ്ട ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഈ ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റ് അവർക്ക് വിത്തൗട്ട് എനി സ്ട്രെസ് ഈ ബുക്കിലൊരു മീൻസ് വാല്യുവേഷനിലോ ബാലൻസ് ഷീറ്റിലോ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ തന്നെ അവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാനായിട്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് കമ്പനിക്കുള്ളത്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് CFO എന്നാണ് അറിയപ്പെടുന്നത്. FIയിൽ ഒരു ഏറ്റെടുത്ത വർഷം മൈനസ് ക്യാഷ് ഫ്ലോ ആയിരുന്നു, -242 കോടിയായിരുന്നു. അത് പിന്നീട് 22 ആയപ്പോൾ തന്നെ അത് പോസിറ്റീവിലേക്ക് വന്നു. -242 ഓൾമോസ്റ്റ് 3 ഇരട്ടി മൈനസ് നിന്ന് പോസിറ്റീവിലേക്ക് വന്നു. ഇപ്പോൾ 483 വന്നു, പിന്നെ 963. ലാസ്റ്റ് ഇയർ 2024 1028, സ്റ്റിൽ 944 കോടി CFO. കൺസിസ്റ്റന്റ് 900 മുകളിലുള്ള ലാസ്റ്റ് 3 ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ഏണിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് സെഗ്മെന്റ് പവർ സിസ്റ്റംസ്, സെഗ്മെന്റ് വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ എഞ്ചിൻ എന്ന് പറയുന്നത് പവർ സിസ്റ്റംസ് ആണ്. 60% ബിസിനസ്സും അക്കൗണ്ടിങ് ഫോർ 60% റവന്യൂ ഫ്രം പവർ സിസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ റവന്യൂ എഞ്ചിൻ എന്ന് പറയുന്നത് പവർ സിസ്റ്റംസ് തന്നെയാണ്. ദി സെഗ്മെന്റ് മാനുഫാക്ചറിംഗ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയേഴ്സ്, ഇതിൽ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് സ്വിച്ച് ഗിയേഴ്സ് ആണ് ചെയ്യുന്നത്. അത് ടേൺകി എന്ന് പറയുന്ന ഒരു തേർഡ് ഇതും കൂടി എഞ്ചിനും വരുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഫ്രം ട്രാൻസ്ഫോമിംഗ് ദിസ് കെയർ. പിന്നെ സെയിൽസ് 48% ഇയർ Q2 ഈ ഒരു സെഗ്മെന്റിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ സെഗ്മെന്റിൽ നിന്ന് റവന്യൂവിൽ 48% ഇയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കപ്പാസിറ്റി, ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എക്സ്പാൻഡ് ടു 40 MVA. എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും അളക്കാനായിട്ട് നമ്മൾ കിലോ, ലിറ്റർ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതിനെ അളക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു അളവ് MVA എന്ന് പറയാം. മെഗാ വോൾട്ട് ആംപിയർ എന്നാണ് അത് ഫുൾ നെയിം വരുന്നത്, മെഗാ വോൾട്ട് ആംപിയർ. അപ്പോൾ ഇത് കപ്പാസിറ്റി എക്സ്പാൻഷൻ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അവർ ക്യാപെക്സ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എക്സ്പാൻഡ് ചെയ്ത് ഓപ്പറേഷനിലാണ്. ഈ 40,000 MVA ഓപ്പറേഷനിലാണ് ഇപ്പോൾ കമ്പനിക്ക്. അപ്പോൾ ഔട്ട്ലുക്ക് സ്ട്രോങ് ഡിമാൻഡ് ഫ്രം ഗ്രീൻ എനർജി കോറിഡോർ ഡാറ്റാ സെന്ററിന്റെയും ഗ്രീൻ എനർജി കോറിഡോർ വഴിയൊക്കെ ഉള്ള ഒരു പുതിയ പവർ ജനറേഷൻ ഡാറ്റാ സെന്റേഴ്സിനൊക്കെ നമ്മൾ എന്താ പറയുക, മാസീവായിട്ടുള്ള പവർ വേണം. ഒരു സെക്കൻഡ് പോലും പവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് ഡാറ്റാ സെന്റേഴ്സൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതും പുതിയ ഗ്രീൻ എനർജി സെഗ്മെന്റിലൊക്കെ ഇതിന്റെ യൂസേജ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ സെഗ്മെന്റിന്റെ രണ്ടാമത്തെ സെഗ്മെന്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ആണ്. മോട്ടോഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ആണ് ഇതിന്റെ മേജർ ചങ്ക് ഓഫ് ബിസിനസ് വരുന്നത് സെക്കൻഡ് സെഗ്മെന്റിൽ. മാർക്കറ്റ് ലീഡർ ഇൻ LT and HT മോട്ടോഴ്സ്. LT and HT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടച്ച് ആൻഡ് ഹൈ ടച്ച് എന്നാണ് അത് LT/HT എന്നുള്ള ഒരു വേർഡ് മീൻ ചെയ്യുന്നത്. അതിന്റെ പെർഫോമൻസ് സ്ലൈറ്റ്ലി ഹെഡ്വിൻസ് റീസെന്റ് -2% സെയിൽ ഇയറാണ്. ഈ ഒരു സെഗ്മെന്റിൽ -2% സെയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു പ്രൊജക്ട് പോസ്റ്റ്പോൺമെന്റ് ചെയ്തതിന്റെ പേരിൽ മാത്രമാണ്. അതൊരു ഓപ്പറേഷണൽ ടൈമിൽ നടന്നില്ല, അത് കുറച്ചുകൂടി പോസ്റ്റ്പോൺമെന്റ് നടന്നു. അതിന്റെ ഭാഗമായിട്ട് -2%. അത് വലിയൊരു സെയിൽസ് നെഗറ്റീവ് എന്ന് പറയാനില്ല. സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ഹൈ മാർജിൻ. അതായത് ഇപ്പോൾ കമ്പനി സ്മാർട്ട് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഹൈ മാർജിനിലേക്കുള്ള ആ ഒരു സെഗ്മെന്റിലെ ബിസിനസ്സാണ് കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ലേക്കും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിലേക്ക് യൂറോപ്യൻ കൺട്രി, അമേരിക്ക ഉൾപ്പെടെ, ആഫ്രിക്കയിലെ മൊറോക്കോ ഉൾപ്പെടെയുള്ള കമ്പനികൾ അത് വരുന്നുണ്ട്. ഔട്ട്ലുക്ക് expected to recover as a private capex cycle picks up. Expected recovery as private capex ഇതും കൂടി ഇപ്പോഴുള്ള സ്ലോ ഡൗൺ ഉള്ളതും കൂടി ക്യാപെക്സ് സൈക്കിളൊക്കെ റിവേഴ്സൽ കാണുമ്പോൾ ബിസിനസ് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തേർഡ് സെഗ്മെന്റ് റെയിൽവേസ് ആണ്. മോഡേണൈസിങ് ഇന്ത്യൻ റെയിൽവേ. ഈ ഒരു മോഡേൺ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു ഭാഗമായിട്ട് വരുന്ന സപ്ലയറിൽ CG Power വൺ ഓഫ് ദി മേജർ സപ്ലയറും കൂടിയാണ്. പ്രൊപ്പൽഷൻ സിസ്റ്റംസിൽ വൺ ഓഫ് ദി മേജർ സിസ്റ്റമാണ്, പ്രത്യേകിച്ച് വന്ദേ ഭാരത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്, നമ്മൾ ഡീസൽ എഞ്ചിനൊക്കെ മാറ്റി ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവിലേക്ക് പുതിയ ട്രെയിൻസ് എല്ലാം വരുന്നത് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ആണ്. അതുപോലെ തന്നെ പുതിയ സെഗ്മെന്റ് ആയിട്ടുള്ള വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ട്രെയിൻസ് ഒക്കെ വരുന്നത് ആ ഒരു മേഖലകളിലൊക്കെയാണ്. പുതിയ ട്രെയിൻസ് ഒക്കെ വരുമ്പോഴും ഒക്കെ ഇവരുടെ ഈ ഒരു സപ്ലൈ ചെയിന് വളരെ ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ട്രാക്ഷൻ മോട്ടോഴ്സ്, കൺവേർട്ടേഴ്സ്, സിഗ്നലിംഗ് സിസ്റ്റം, ഇതിനൊക്കെ വളരെ ഡിമാൻഡ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേ മോഡേണൈസേഷനിൽ. അപ്പോൾ കീ പ്ലെയേഴ്സ് ആണ് അതിനകത്ത്. പിന്നെ ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഇത് ഇന്ത്യൻ റെയിൽവേ മോഡേണൈസേഷൻ, ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ
കവച് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് വരുന്നത്. ടെക് മേഖലയിൽ ഇതിൻ്റെ തന്നെ ടെക് മേഖലയിൽ ഇവർ പുതിയൊരു മേഖല ടെക്നോളജി മേഖല കവചിൽ തന്നെ ടെക്നോളജി മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഫെയിൽ സേഫ് സിഗ്നലിംഗ് ടെക്നോളജിയാണ്. ഫെയിൽ സേഫ് സിഗ്നൽ ടെക്നോളജിയിൽ അവർ അതും കൂടി അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നൊരു മേഖലയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ. ഓൾറെഡി ഈ പറഞ്ഞ 3 സെഗ്മെന്റിനകത്ത് കമ്പനി വളരെ മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഒന്നും പറയാനില്ല. അത്രയും മികച്ച പെർഫോമൻസ് തരുന്ന അതിൻ്റെ കൂടെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞത് സെമി കണ്ടക്ടറിൻ്റെ വളരെ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ്. അതിനകത്ത് തേർഡ് സെഗ്മെന്റ് ആയിട്ടുള്ള ഒസാറ്റ്, ഇതെന്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒസാറ്റ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതും ഓപ്പറേഷനിലായിട്ടുള്ള ഒരു കമ്പനിയാണ്. CG Power ഹാസ് വെഞ്ചേർഡ് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഒസാറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് റിനസൻസ് ആൻഡ് സ്റ്റാർ മൈക്രോ ഇലക്ട്രോണിക്സ്. റിനസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള ഒരു ചെറിയ കമ്പനിയാണ്. അവരുമായിട്ടും പിന്നെ സ്റ്റാർ മൈക്രോ ഇലക്ട്രോണിക്സ് തായ്ലാൻഡിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരായിട്ട് ഒരു പാർട്ണർഷിപ്പോട് കൂടിയിട്ട് ഈ ഒരു മേഖല ഒസാറ്റ് മേഖലയിൽ CG Power സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫെസിലിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുജറാത്തിലെ സനന്ദിലാണ്. G1 G2 എന്ന് ആണ് അതിൻ്റെ പേര്. G1 അത് ഓൾറെഡി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2025 ഓഗസ്റ്റിൽ അത് ഇനാഗ്രേഷൻ കഴിഞ്ഞു. പക്ഷേ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ 2026 തൊട്ടിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് 7600 കോടിയുടെ പ്രോജക്റ്റാണ്. അതിനെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സബ്സിഡി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സബ്സിഡി ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 50% തന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സബ്സിഡി ആയിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം PLI സ്കീം വഴിയും സെമി കണ്ടക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ടും ഇവർക്ക് അതിൻ്റെ പ്രൊജക്ട് കോസ്റ്റിൻ്റെ 50% കൂടുതൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 50% ഇവർക്ക് വരുന്നുള്ളതാണ് വേറൊരു ഗുണം. ഫെസിലിറ്റി ഓപ്പറേഷൻ അത് ഓഗസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ 2026 തൊട്ടിട്ടാണ് വരുള്ളൂ. അതിൻ്റെ G2 2027 ഓപ്പറേഷൻ ചെയ്യുന്നത്. G1 ഫെസിലിറ്റി വളരെ ചെറിയ ഫെസിലിറ്റിയാണ്. അതായത് 0.5 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മില്യൺ പെർ ഡേ ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. 5 ലക്ഷം 0.5 മില്യൺ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം പെർ ഡേ ഓപ്പറേഷൻ ആണ് GN ഫെസിലിറ്റിയിലുള്ളത്. G2 ആണ് വലിയ ഫാക്ടറി ആയിട്ട് വരുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2027 കൂടി മാത്രമാണ്. അത് 14.5 മില്യൺ, ടോട്ടൽ 15 മില്യൺ ചിപ്സ് പെർ ഡേ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ടാർഗറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി 15 മില്യൺ ആണ്. അതിനകത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ ചെറിയത്. അത് ഇൻഹൗസിന് വേണ്ട ചിപ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് Q2 റിസൾട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് റവന്യൂ 2023 21.1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് 284, 30% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഓപ്പറേഷണൽ പ്രോഫിറ്റ് 376, 22% ഗ്രോത്ത് ഉണ്ട്. ഓർഡർ ഇൻടേക്ക് സ്റ്റാൻഡ് ലോൺ 4210, 32% ഗ്രോത്ത് ഉണ്ട്. ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് എല്ലാം ഉള്ളത്. അത് എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കമ്പനിക്കുള്ളത് ആസ് ഓഫ് നൗ. ഓർഡർ ബുക്ക് വിസിബിലിറ്റി 40K ആണ്. ഓർഡർ ബുക്ക് 40,953 കോടിയുടെ ഓർഡർ ബുക്ക് കമ്പനിയിലുണ്ട്. ഓൾമോസ്റ്റ് 88% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ട്. 88% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് നമുക്ക് ഓർഡർ ബുക്കിലുണ്ട്. ദിസ് പ്രൊവൈഡ്സ് റവന്യൂ വിസിബിലിറ്റി ഇൻ 18 to 24. നമുക്കൊരു 24 മന്ത്സിൽ 2 വർഷത്തേക്കുള്ള ഏർണിങ്സ് വിസിബിലിറ്റി ഓൾറെഡി നമുക്ക് കമ്പനിയിൽ കാണാൻ പറ്റും. ഗ്ലോബൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി. ഗ്ലോബൽ എക്സ്പാൻഷൻ H1 20-25% എക്സ്പോർട്ട്സ് ഓൾറെഡി കമ്പനി ചെയ്തിട്ടുണ്ട്. പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നത് പവർ ട്രാൻസ്ഫോമർ എക്സ്പോർട്സ് കമ്പനിയുടെ 60% ബിസിനസ്സിൽ വരുന്ന, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന പവർ ട്രാൻസ്ഫോമേഴ്സിൽ 35-40% റവന്യൂ ആണ് അവർ എക്സ്പോർട്ടിൽ നിന്ന് മാത്രം കമ്പനി വരും വർഷങ്ങളിൽ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് എക്സ്പാൻഷൻ ഇൻ ടു US, യൂറോപ്പ് ആൻഡ് ആഫ്രിക്കയിലും മൊറോക്കോയിലും എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജി വിത്ത് പാർട്ണർ ഫ്ലെൻഡർ ഫോർ ആഫ്റ്റർ മാർക്കറ്റ് സർവീസ് ഇൻ നോർത്ത് അമേരിക്കയിൽ ഫ്ലെൻഡർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ആഫ്റ്റർ
മാർക്കറ്റ് സർവീസിനുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും കൂടി കമ്പനി അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രാറ്റജിക് കാപ്പക്സ് സ്വിച്ച് ഗിയറിൽ 748 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്, ന്യൂ ഗ്രീൻഫീൽഡ് ഫെസിലിറ്റി ടു മീറ്റ് ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് ഡിമാൻഡ്. ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് മനസ്സിലാവും, പക്ഷേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്, അതായത് ഇതുവരെ കമ്പനി അങ്ങനെ ഒരു ഇതില്ല. അവർ പുതുതായിട്ട് നിഷെന്ന് ഒരു പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റിന് തുടങ്ങുന്നതാണ് ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത്. ബ്രൗൺ ഫീൽഡ് എന്ന് വേറൊരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഫ്രീക്വൻ്റ്ലി കേൾക്കും. അത് സ്വന്തം ഉള്ള കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന്, ഉള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുക, ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാത്ത മേഖലകൾ അഡീഷണൽ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ ഉള്ള ഫെസിലിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ ബ്രൗൺ ഫീൽഡ് എന്ന് പറയാം. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത് ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഫെസിലിറ്റീനെയാണ്, മീൻസ് പ്രൊഡക്ഷനെയാണ് നമ്മൾ പറയാം. അപ്പോൾ 748 കോടി കമ്പനി സ്വിച്ച് ഗിയർ മാനുഫാക്ചറിന് ഗ്രീൻ ഫീൽഡ് മാത്രം ഡൊമസ്റ്റിക്കിലും എക്സ്പോർട്ട് ഡിമാൻഡിന് മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. സെമി കണ്ടക്ടറിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു 7,600 കോടി ഗുജറാത്തിൽ ഫോർ ATMT ഒസാറ്റ് പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ATMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസാറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. ഡിഫറൻസ് നമ്മൾ ATMT എന്ന് പറയുന്നത് ഫുൾ ഫോം വരുന്ന അസംബ്ലി, ടെസ്റ്റിംഗ്, മാർക്കിംഗ് ആൻഡ് പാക്കിംഗ് എന്നാണ്. ഇതിനകത്ത് ഒസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സ് സെമി കണ്ടക്ടർ അസംബ്ലി ടെസ്റ്റിംഗ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ കമ്പനിക്ക് വേണ്ട, ഓൾറെഡി സ്വന്തം കമ്പനിക്ക് വേണ്ടി ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷൻ ആയിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ATMT എന്ന് പറയുന്നത്. ഒസാറ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി മാനുഫാക്ചറിംഗ് ആണ്, അതാണ് ഡിഫറൻസ് ഉള്ളൂ. പ്രോസസ്സ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റി ഓൾറെഡി എക്സ്പാൻഡഡ് ടു 40 MVA, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫുള്ളി ഓപ്പറേഷണൽ ആണ്. ഓൾറെഡി 40,000 മെഗാവോൾട്ട് ആംപിയറിലേക്ക് കമ്പനി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. റിസ്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചലഞ്ചസും റിസ്ക് എന്താണെന്ന് പറഞ്ഞാൽ പ്രീമിയം വാല്യുവേഷൻ ആണ്. ഓൾറെഡി പറഞ്ഞു 105x PE-ലാണ് കമ്പനി CG പവർ ട്രേഡ് ചെയ്യുന്നത്. ദി മാർക്കറ്റ് ഹാസ് പ്ലേസ്ഡ്, പിന്നെ ഇത് എക്സിക്യൂഷൻ ഡിലേ ഇൻ സെമി കണ്ടക്ടർ പ്രൊജക്ട് ലീഡ് ടു കറക്ഷൻ. സെമി കണ്ടക്ടറിൻ്റെ ഡിലേ അത് ഫൈനസ്റ്റ്, നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞാണ്, ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡ് ആയിരിക്കണം, ഫൈനസ്റ്റ് ഫാക്ടറികൾ വേണം. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ ലോസിലേക്ക് പോകാവുന്ന ഒരു മേഖലയാണ് ഈ ഫൗണ്ടറീസും ഒസാറ്റ് മേഖലയിലെല്ലാം ഉള്ളത്. അപ്പോൾ അത്രയും, അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സ് വേണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഇത് എക്സിക്യൂഷനിൽ എങ്ങനെയും ഡിലേ വരികയാണെങ്കിൽ അത് വാല്യുവേഷനിൽ ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടാക്സ് ഡിമാൻഡ്സ്, ഒരു 365 കോടി കമ്പനി ഏറ്റെടുത്ത സമയത്തുള്ള ഒരു 365 ടാക്സിൻ്റെ ഇഷ്യൂസ് അവിടെ കിടപ്പുണ്ട്. അത് സെറ്റിൽ ചെയ്യാവുന്ന വളരെ നിസ്സാര, ഇവരുടെ ഒരു റിസർച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. അതൊരു പ്രോബ്ലമായിട്ട് നമ്മൾ അത്ര വലിയ പ്രോബ്ലമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ്. കമ്പനി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോൺഫിഡൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ നമുക്ക് ഓൾറെഡി DISും FISും 13.02%, 13.02% FIS ഹോൾഡ് ചെയ്യുന്നുണ്ട്. DIS 16.26%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DIS FIS മാത്രമായിട്ട് 29.28% ഈ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 30% FISും DISും. എന്തുമാത്രം കോൺഫിഡൻസ് ആയിരിക്കും FIDS ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് ഓൺലി 14.35%. ടോട്ടൽ പബ്ലിക് ഹോൾഡിംഗ് 14.35%. അത് DISനേക്കാൾ കുറവാണ്. പിന്നെ സ്റ്റേബിൾ ഹാൻഡ്സ്, സ്ട്രോങ് ഹാൻഡ്സ് അബ്സോർബിങ്. മാർക്കറ്റിൽ വരുന്ന കറക്ഷൻസിലൊക്കെ സ്ട്രോങ് ഹാൻഡ്സ് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 3 to 5 years ഹൊറിസോണിൽ ഇതൊരു പെർഫോം ചെയ്യാനുള്ള സാധ്യത നമുക്ക് കോൺഫിഡൻസ് നൽകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ വാല്യുവേഷൻ ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇതുപോലുള്ള സെമി കണ്ടക്ടറോ ഏതെങ്കിലും പെർഫോമൻസ് ബാഡ് ആയി കഴിഞ്ഞാലൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിൽ മനസ്സിൽ വെച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ചേഞ്ച് ഇൻ പ്രൊമോഷൻ ഹോൾഡിംഗ് മൈനർ ആയിട്ടുള്ള -1.6% ചേഞ്ച് ചെയ്തു. 54 ഇപ്പോൾ സ്റ്റിൽ 6.37%, അത് 56.37%, 56.4% സ്റ്റേക്ക് പ്രൊമോട്ടർ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയുക, ക്യാപെക്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലെഡ്ജിങ് മാത്രമാണ്. അനാലിസിസ് കൺസിസ്റ്റ് ഓൾറെഡി അനലിസ്റ്റ് പറയുന്നത് 69% പേരും ബൈ ചെയ്യാനോ പെർഫോം ചെയ്യാനും ചാൻസ് ഉണ്ടെന്നാണ്. ഹോൾഡ് ചെയ്യാനും സെല് ചെയ്യാനും പറയുന്നത് 31% ഉള്ളൂ. അതിനകത്തും സെല്ലിന് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ അനലിസ്റ്റ് ടാർഗറ്റ് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് 1 ഇയറിനകത്ത്. നമ്മളത് അതിലേക്ക് പോകുന്നില്ല. അത് പക്ഷേ ലോങ് ടേം വ്യൂ ആണ് എനിക്കുള്ളത്. സോ SIP ആയിട്ടോ
ബൈ ഓൺ ഡിപ്സിലൊക്കെ ആയിട്ട് ഈ സ്റ്റോക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോഴും സ്റ്റിൽ വാല്യുവേഷൻ 105 PE-യിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ അനാലിസിസിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം വാങ്ങിക്കുന്ന അറ്റ് എ ടൈം വാങ്ങിക്കുന്നതും കൊണ്ടും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഫ്യൂച്ചർ ഔട്ട്ലുക്ക്, എനർജി ട്രാൻസിഷൻ, ക്യാപിറ്റലൈസേഷൻ ഓൺ ഗ്ലോബൽ ഷിഫ്റ്റ് ടു ഗ്രീൻ എനർജി ആൻഡ് ഗ്രിഡ് മോഡേണൈസേഷൻ. ഗ്രീൻ എനർജിയിലും ഗ്രിഡ് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ട്രാൻസ്ഫോമേഴ്സും കാര്യങ്ങളിലും നല്ല ബിസിനസ് ഫ്യൂച്ചറിലും വരാൻ സാധ്യതയുണ്ട്. ടെക് സോവർണിറ്റി, ബിക്കമിങ് ഫസ്റ്റ് മേജർ പ്ലെയർ ഇൻ OSAT ആൻഡ് സെമി കണ്ടക്ടർ സ്പേസ്. കെയ്ൻസ് കൂടാതെ വൺ ഓഫ് ദി ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് CG പവർ തന്നെയാണ്. ഓൾറെഡി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ, റൈഡിംഗ് ഇന്ത്യൻ റെയിൽവേസിൻ്റെ പുതിയ മാസീവ് കാപ്പെക്സും പുതിയ ട്രെയിൻ ഫെസിലിറ്റിയും പുതിയ മോഡേണൈസേഷനൊക്കെ ഇവർക്ക് ആ മേഖലയിലും ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരുന്നുണ്ട്. സോ ഫൈനൽ വെർഡിക്റ്റ്, CG Power is high quality, high growth compounder. While valuations are steep, the execution track record and massive opportunities in power and semiconductor make it a compelling long-term portfolio hold. ലോങ് ടേമിലേക്ക് എൻ്റെ വ്യൂ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ബൈ ഓൺ ഡിപ്പ് സ്റ്റാഗറിങ് മാനറിൽ കുറച്ചിട്ട് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ്, കമൻസ്, ലെറ്റ് മീ നോ. വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസാണ്. വളരെ കുറച്ച് വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്താൽ വളരെയധികം ഇത് റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു വൺസ് അഗൈൻ.